കൊച്ചിയിൽ കായലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. മറൈൻ ഡ്രൈവിന് സമീപത്താണ് കായലിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മഴവിൽ പാലത്തിനോട് ചേർന്നാണ് മൃതദേഹം. അർജുൻ മട്ടന്നൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അർജുൻ, നവജാത ശിശുവിന്റെ മൃതദേഹമാണെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ഇപ്പോൾ കരയിൽ എത്തിച്ചിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇപ്പോൾ പ്രതികരണം വരുന്നുണ്ട്. കണ്ടിട്ടില്ല. ഇപ്പം ഒരു 3:30-4 മണി ആയപ്പോഴത്തേക്കാണ് സംഭവം ഇവിടെ വന്ന് അടിഞ്ഞ സംഭവം. അതായത് കായലിൽ തന്നെ ഈ സൈഡിൽ കൂടെ വന്നടിഞ്ഞേക്കുന്നത്. അതായത് ഏറ്റവും കൂടി വരുമല്ലേ സാറേ, ഏറ്റവും കൂടി വരുമ്പോൾ ഈ ഏറ്റവും അടിക്കുന്നതെന്ന് വെച്ച് ചെറിയൊരു ബോഡിയല്ലേ, ആ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കും. അല്ല, ആരെ കണ്ടത് ആദ്യം? 2 പെൺകുട്ടികളാണ് കണ്ടത്. 2 പെൺകുട്ടികൾ. ഇപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനവിടെ ഇരുന്നപ്പോൾ ചേട്ടാ ഒരു ഡെഡ് ബോഡി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കണ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറൊരു ചേട്ടനുണ്ട്, ഇവിടെ ഇരിക്കുന്ന ബാബുച്ചേട്ടനുണ്ട്. ഞങ്ങളൊക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. വേറെ അങ്ങനെ പൊതിഞ്ഞ നിലയിലൊന്നുമല്ല, ഇങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. ഇങ്ങനെ തന്നെ. അത് ചിലപ്പോൾ പൊതിഞ്ഞിട്ടായിരിക്കും. അത് ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് ഓളം തല്ലുമ്പോഴത്തേക്ക് ഇത് എത്ര പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇത് അഴിഞ്ഞു പോകും സംഭവം. അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള ഓളമല്ലേ അടിക്കണം സംഭവം. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് കടലാണ്. നവജാത ശിശുവിൻ്റെയാണ്. പൊക്കിൾക്കൊടി പോലെ കിടക്കുന്നുണ്ടല്ലേ സാർ, നോക്കിയായിരുന്നു. അത് ഒരു പൊക്കിൾക്കൊടി ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ടപ്പോൾ ശരിയാണ്. പോലീസിനാണ് അപ്പോൾ തന്നെ സെൻട്രേഷന് അനി സാറിനെ വിളിച്ചറിയിച്ചു, ജോയി സാറിനെ വിളിച്ചറിയിച്ചത്. അപ്പോൾ സാറ് അപ്പോൾ തന്നെ വന്നു. 2 പേര് സുധീഷ് കുമാർ, ഹരിപ്പാട്. അർജുൻ, പറയൂ. പൊക്കിൾക്കൊടി പോലും അറുത്തിരുന്നില്ല. ഒരു നവജാത ശിശുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സാക്ഷികളുടെ പ്രതികരണം കൂടി നമ്മൾ കേൾക്കുകയായിരുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? വിനീത, അല്പസമയം മുമ്പാണ് ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം ഈ കായലിൽ അടിഞ്ഞത്. 2 പെൺകുട്ടികൾ, ഇതുവഴി വന്ന 2 പെൺകുട്ടികളാണ് ഈ മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസിന് വിവരമറിയിക്കും. ഇപ്പോൾ പോലീസ് എത്തി ഈ നവജാത ശിശുവിന് കായലിൽ നിന്ന് കരയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നിലവിൽ ഒരു വ്യക്തതയുമില്ല. അത് ആരെങ്കിലും എവിടെയെങ്കിലും ഉപേക്ഷിച്ചതാണോ, അത്തരത്തിൽ എവിടെ നിന്നാണ് ഒഴുകി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തതയില്ല. ഇപ്പോൾ പൂർണ്ണമായും ഈ ഭാഗത്തേക്ക് ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പോലീസ് പരിശോധന നടത്തുകയാണ്. ഈ കാണുന്ന എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊക്കിൾ കൊടിയടക്കമുള്ള ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കായൽ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ പോലീസ് എത്തി മൃതദേഹം ഈ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മഴവിൽ പാലമാണ്. ആ പാലത്തിനോട് ചേർന്ന് ആണ് ഇത് കണ്ടെത്തിയത്. എവിടെന്നെങ്കിലും ഒഴുകി വന്നത് ആവാൻ തന്നെയാണ് സാധ്യത. പക്ഷേ എവിടെയാണ് ഉപേക്ഷിച്ചത്, എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഉപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളും തന്നെ നിലവിൽ വ്യക്തതയില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കും. പോലീസ് ഇപ്പോൾ പ്രാഥമികമായ ചില നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. എന്തായാലും അരമണിക്കൂർ മുൻപ് മാത്രമാണ് ഈ മൃതദേഹം ഇവിടെ കണ്ടെത്തിയത്. ഇതുവഴി വന്ന 2 പെൺകുട്ടികൾ ആദ്യം എന്താണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് മറ്റേ എലിയോ മറ്റേതെങ്കിലും മൃഗങ്ങളോ ആണ് എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ വിചാരിച്ചത്. വീണ്ടും അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ഈ ഭിത്തിയോട് ചേർന്ന്, ഈ കായലിൻ്റെ ഭിത്തിയോട് ചേർന്ന് അവിടെ ഒരു പേപ്പർ ഇപ്പോൾ ആ മൃതദേഹം ഇപ്പോൾ കരക്കെത്തിച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് എത്തിയാണ് മൃതദേഹം ഇപ്പോൾ കായലിൽ നിന്ന് കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മറ്റ് അന്വേഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ട് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. വലിയ കായലാണ്. പൊക്കിൾക്കൊടി പോലും അറുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ പ്രസവിച്ച ശേഷം ഉടൻ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത, അല്ലേ? അങ്ങനെ കരുതാമോ? മാത്രമല്ല, ഈ വേലിയേറ്റ സമയത്താണ് മൃതദേഹം കരയ്ക്കടിഞ്ഞതും. നേരത്തെ അർജുൻ പറഞ്ഞ പോലെ 2 പെൺകുട്ടികൾ ആണ് ഈ മൃതദേഹം കണ്ടെത്തിയതും, അല്ലേ? തീർച്ചയായും വിനീത, അത്തരത്തിൽ തന്നെയാണ്. വേലിയേറ്റ സമയത്ത് ഇപ്പോൾ വിനീത മൃതദേഹം ഇപ്പോൾ ഒരു പോലീസ് താഴേക്ക് മാറ്റുകയാണ്, മറ്റു ഭാഗത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ആ ഭാഗത്ത് പോലീസ് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ് പോലീസ്. കൊച്ചി കായലിൽ നിന്നാണ് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ എത്തിയ 2 പെൺകുട്ടികളാണ് മൃതദേഹം കണ്ടത്. ഉടൻ അവിടെ ഉണ്ടായിരുന്നവരോട് പറയും, അവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നത്. പൊക്കിൾക്കൊടി പോലും അറുത്തു മാറ്റിയിരുന്നില്ല. നവജാത ശിശുവാണ്
ഈ വേലിയേറ്റ സമയത്താണ് കരയ്ക്കടിഞ്ഞത് മൃതദേഹം എന്നതാണ്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കും. ഇനി ഇതിൽ എന്താണ് സംഭവിച്ചതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധന നടത്തേണ്ടതുണ്ട്. കൊച്ചി കായലിൽ മറൈൻ ഡ്രൈവിന് സമീപം, അതായത് ധാരാളം സഞ്ചാരികളൊക്കെ എത്തുന്ന മഴവിൽ പാലത്തിന് സമീപത്താണ് ഈ മൃതദേഹം അടിഞ്ഞതെന്നതാണ്. മറ്റെവിടെ നിന്നെങ്കിലും ഒഴുകിയെത്തിയതാകാം എന്നത് തന്നെയാണ് നിഗമനം. പ്രസവിച്ച ഉടൻ തന്നെ ഉപേക്ഷിച്ചതാകാം എന്നുകൂടി കരുതുകയാണ്. നേരത്തെ പറഞ്ഞ ദൃക്സാക്ഷി അദ്ദേഹവും അതുതന്നെയാണ് പറയുന്നത്. പോലീസിനെ വിവരം അറിയിച്ചയാളുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. ഏതായാലും അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസ് അവിടെ പ്രാഥമിക പരിശോധനയും നടപടികളുമൊക്കെ പൂർത്തിയാക്കുന്നു. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി വീണ്ടും ചേരും.